വണ്ടി വന്നതാ. അതെ, എന്റെ മനസ്സ് പറയുന്നു ഇതൊരു 1.5 ട്രിപ്പായിരിക്കും. തമിഴ് തമിഴ് ചമത്തെ ഞാലിയലിക്കത്തിട്ട് കസവിന്റെ തട്ടവുമിട്ട് തിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ പറയുന്നത്, തിരക്കൊഴിയുമ്പോൾ തിരിച്ചെടുക്കാമെന്ന് കരുതിയാൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ജീവിതം ചെറുതാ, സമയം തീരെ കുറവ്. നവാസ് പറഞ്ഞത് വളരെ കൃത്യമായൊരു കാര്യമാണ്. എല്ലാ തിരക്കും ഒഴിഞ്ഞാട്ട് ഒരു യാത്ര പോകാൻ ആരെങ്കിലും വിചാരിച്ചാൽ ഒരിക്കലും ആ യാത്ര നടക്കില്ല. അഥവാ തിരക്കൊഴിഞ്ഞിട്ടൊരു യാത്ര പോകാമെന്ന് കരുതിയ മനുഷ്യരാരും യാത്ര ചെയ്തിട്ടില്ല. തിരക്കുകൾക്കിടയിലാണ് യാത്രയ്ക്ക് സമയം നമ്മൾ കണ്ടെത്തുന്നത്. കുറച്ചൊക്കെ സമയം മാറ്റിവെക്കണം. ലോകത്തെ അറിയാൻ വേണ്ടിയാണ് നമുക്ക് ബുദ്ധി തന്നത്. ലോകം കാണാൻ വേണ്ടിയാണ് കാഴ്ച തന്നത്. ലോകത്തിൽ നടന്നു പോകാൻ വേണ്ടിയാണ് കാലുകൾ തന്നത്. ലോകത്തെ നല്ല രുചി വിഭവങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയാണ് നമുക്ക് നല്ല രുചിയും ഭക്ഷണവും വിശപ്പും ഒക്കെ തന്നത്. ഇതൊന്നും അറിയാതെ ഇങ്ങനെ തീർന്നു പോയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് യാത്ര ചെയ്യണം, പരമാവധി കാഴ്ചകൾ വേണം, രുചികൾ അനുഭവിക്കണം, മനുഷ്യരെ കാണണം, നല്ല ഹസ്തദാനങ്ങൾ വേണം, സൗമ്യ മൃദുവാലിംഗനങ്ങൾ വേണം. വാങ്ങണ്ട 16 പുടി മാറുന്നേ കുട്ടിക്കളിയാറുന്നേ വലുതാണേ കുഞ്ഞെ പഠിച്ചിട്ട് മാറുന്നില്ലേ ഇതൊക്കെ ഒരു ഹാലല്ലേ പടിപടിയായൽ വിണ്ണിലേ ഈ വിണ്ണിലേ ചെറുമൺചിരാതിന്റെ നാളം നിന്നിലേ ഇനി നിന്നിലേ തിരികണ്ണിലാളുന്ന നാണം ായി മാറും നേരം നീ പുലരും കനവിൽ പോളു കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ എന്റെ മണവാട്ടി പെണ്ണാണു നീ എന്റെ മണവാട്ടി പെണ്ണാണു നീ. കണ്ട് കുടുങ്ങാതെ കൊണ്ടുപോയി അവറാന്റെ കടയിൽ കൊടുക്കണം. വളരെ ചെറിയ ചെറിയ യാത്രയിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, സ്ഥലങ്ങളല്ല ശരിക്കും നമ്മളെ സന്തോഷപ്പെടുത്തുക, നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. ചമയ്ക്കുന്നേ അധികേമ ആടകൾ അലങ്കൃതമായി അണിയറയിൽ മാരനൊരുങ്ങുന്നേ. 12 കുതിരയും വട്ടിട്ട് പോയി നാം വള്ളിക്കെന്തിന് പോ തുമ്പപ്പൂവിൽ ചോറും അടച്ച് കുമ്പളമാസം കഴിയും നെഞ്ചിനുള്ളിൽ നീയാ
നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ Go!